ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ തന്നെ ബേബിയുടെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും ഒക്കെ ഇത് സാരമായിട്ട് തന്നെ ബാധിക്കും. അപ്പോൾ എങ്ങനെയാണ് അയൺ ഇതിനെ അഫക്റ്റ് ചെയ്യുന്നത്, നമ്മുടെ എംബ്രിയോനൊക്കെ അഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അയൺ ബ്ലഡിൽ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവുലേഷൻ നടക്കാതെ വരും, അനോവുലേഷൻ ഉണ്ടാകുമെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ. അയണിൻ്റെ കുറവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കുറവ് മൂലം നമ്മുടെ ശരീരത്തിൽ റെഡ് ബ്ലഡ് സെൽസിൻ്റെ ഡെവലപ്മെൻറ്റ് അവിടെ കുറയും. ഈ ബ്ലഡ് സെൽസിൻ്റെ ഡെവലപ്മെൻറ്റ് അവിടെ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുമൂലം ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് സപ്ലൈ നമ്മുടെ ശരീരത്തിൽ എഗ്ഗ് പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നതിൻ്റെ അളവിനൊത്ത് കിട്ടില്ല. എഗ്ഗ് പ്രൊഡക്ഷൻ നടക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കിട്ടിയേ പറ്റൂ. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ മൂലം നമ്മുടെ ശരീരത്തിലുള്ള മറ്റുള്ള വിറ്റമിൻസൊക്കെ അതുപോലെ ഓക്സിജനും ഒക്കെ നമ്മുടെ ആ ഒരു ഫോളിക്കിൾസ് വളരുന്ന സ്റ്റേജിൽ അതിന് കിട്ടുകയുള്ളൂ. ഇത് കിട്ടാതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഫോളിക്കിൾസിൻ്റെ ഗ്രോത്തിനെയും ഡെവലപ്മെൻറ്റിനെയും ഒക്കെ അത് ബാധിക്കും. നമ്മളിപ്പോൾ ഒരു ഫോളിക്കിൾ ഗ്രോ ആകാൻ വേണ്ടിയിട്ടുള്ള ഒന്നും ആ ഒരു ഫോളിക്കിളിന് കിട്ടിയിട്ടില്ല എങ്കിൽ ആ എഗ്ഗ് വളരണം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എഗ്ഗ് അവിടെ വളരില്ല. ഇനി വളർന്നാൽ തന്നെ ആ ഒരു എഗ്ഗിന് ക്വാളിറ്റി ഉണ്ടാവില്ല. എഗ്ഗ് പൊട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും, പൊട്ടാതെ ഇരിക്കും, വാനിഷായി പോകും. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആ ഒരു ഫോളിക്കിൾ ആ ഒരു വളരുന്ന സമയത്ത് നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ അയൺ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കുറവ് മൂലം നമ്മുടെ പീരിയഡ്സിനെയും അവിടെ സാരമായിട്ട് തന്നെ ബാധിക്കും. നമ്മുടെ ശരീരത്തിൽ അയൺ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പീരിയഡ്സ് ചിലപ്പോൾ ഒരു പരിധി വെച്ചിട്ടൊന്ന് സ്റ്റോപ്പ് ആവുകയോ അല്ലെങ്കിൽ പീരിയഡ്സിൽ പോകുന്ന ബ്ലഡിൻ്റെ അളവ് കുറയുകയോ ചെയ്യും. ഇങ്ങനെ ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പീരിയഡ്സ് നമുക്ക് ഉണ്ടാകുന്നൊരു സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് അയൺ കുറഞ്ഞു പോവുകയാണ് ചെയ്യാറ്. ഈ അയൺ കുറഞ്ഞു പോകുമ്പോഴേക്കും ഉള്ള ഒരു ലെവലിൽ നിന്നും കുറേയും കൂടി കുറയുന്നതിന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി മെൻസ്ട്രേഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെക്കും. ഇതിങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആ ഒരു പീരിയഡ്സ് ഉണ്ടാകുന്ന ഒരു പ്രോസസ്സ് അവിടെ ഇല്ലാതെയാകും. അതുപോലെ തന്നെ ഇപ്പോൾ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ പീരിയഡ്സ് നടക്കുന്ന സമയത്ത് നമ്മുടെ അയൺ ഡെഫിഷ്യൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തെല്ലാം ഉണ്ടാകും, എന്തെല്ലാം ഭവിഷ്യത്തുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുമോ അതുപോലെ തന്നെയുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്തും ഉണ്ടാകും. പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു സ്ത്രീക്ക് നമ്മളൊരു ഡോക്ടറെ പോയി കാണുമ്പോൾ അവർ കുറിച്ച് തരുന്ന ഒന്നാണ് അയൺ, കാൽസ്യം, ഫോളിക് ആസിഡ്. ഈ അയണിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ലെവലിൽ ഇല്ല എങ്കിൽ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് അവിടെ കുറയും, പ്ലാസൻ്റയുടെ ഡെവലപ്മെൻറ്റ് അവിടെ കുറയും. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിന് ഗ്രോത്ത് ഉണ്ടാവില്ല, ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല, ഹാർട്ട് ബീറ്റ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മുടെ ശരീരം തന്നെ മിസ്കാരേജ് ആക്കി കളയും, അല്ലെങ്കിൽ നമ്മൾ തന്നെ മെഡിസിൻ കഴിച്ചോ ഡിയാൻസ് ചെയ്തിട്ടോ ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ആ ഒരു പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് എപ്പോഴും അയണിൻ്റെ കണ്ടൻറ്റ് കൃത്യമായിട്ടുള്ള രീതിക്ക് ഉണ്ടാവണം. അയൺ ലെവൽ അവിടെ ഇല്ല എങ്കിൽ നമ്മുടെ പീരിയഡ്സിൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. നോർമലി ഒരു പീരിയഡ്സ് പോകുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ബ്ലീഡിങ്ങിനെ അപേക്ഷിച്ച് പെട്ടെന്ന് ഒരു ഗ്രാജുവലി നമുക്ക് ആ ഒരു ഡിലേ നമ്മുടെ ആ ഒരു പീരിയഡ് ബ്ലഡ് പോകുന്നതിൽ കാണാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ മാസം നമുക്കുണ്ടായി, ദെൻ സെക്കൻഡ് മന്തും അത് തന്നെ ആ ഒരു പ്രോസസ്സ് തന്നെയാണ് പോകുന്നത്. ഗ്രാജുവലി നമ്മുടെ പീരിയഡ്സ് പോകുന്നത് കുറഞ്ഞു വരികയാണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഡോക്ടറെ പോയി കാണണം. കാരണം കൃത്യമായിട്ടുള്ള അളവിൽ ഒരു 3 ദിവസമെങ്കിലും നമുക്ക് ബ്ലീഡിങ് വേണം. ഒരു 3 ദിവസം നമ്മളിപ്പോൾ ഒരു ഡേ, ഫസ്റ്റത്തെ ഡേ നമുക്ക് ബ്ലീഡിങ് കുറവായിരിക്കും, സെക്കൻഡ് ഡേ നമ്മൾ ചിലപ്പോൾ ഒരു 3-4 പാഡ് ചേഞ്ച് ചെയ്യുന്നതായിട്ട് ഉണ്ടാകും. തേർഡ് ഡേയും അതുപോലെ തന്നെ 2-3 പാഡ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ ഇത് ഇങ്ങനെയുള്ളൊരു അളവ് നമുക്കില്ല. ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ നമുക്ക് സെക്കൻഡ് ഡേ ഒരു ഉച്ചയോട് കൂടി തന്നെ നമുക്ക് ഒരു സ്പോട്ടിംഗ് ഒക്കെ കുറഞ്ഞു വരികയാണെങ്കിൽ അതൊരിക്കലും നമുക്ക് കൃത്യമായിട്ടുള്ള രീതിക്ക് മെൻസ്ട്രേഷൻ പോകുന്നതിൻ്റെ ലക്ഷണമല്ല. നമുക്ക് കുറവ് ബ്ലീഡ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുറവ് മെൻസ്ട്രൽ ബ്ലഡ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ ഓവുലേഷൻ അവിടെ നടക്കാതെയായിട്ട് വരും, നമ്മുടെ ഇംപ്ലാന്റേഷനും അവിടെ നടക്കാതെയായിട്ട് വരും. ഇനി അയൺ എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അയൺ എടുക്കുമ്പോഴേക്കും ഈ അയൺ നമ്മുടെ ശരീരത്തിൽ നല്ലപോലെ അബ്സോർബ് ആവണമെങ്കിൽ അതിൻ്റെ കൂടെ വിറ്റമിൻ സിയോ വിറ്റമിൻ B12 അല്ലെങ്കിൽ ഫോളേറ്റോ അടങ്ങിയിട്ടുള്ള ഫുഡോ അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സോ നമ്മൾ എടുക്കണം. സാധാരണയായിട്ട് നമുക്കിപ്പോൾ ഡോക്ടേഴ്സ് അയണിൻ്റെ സപ്ലിമെൻറ്റ് എഴുതി തരാറുണ്ട്. അയണിൻ്റെ സപ്ലിമെൻറ്റിൻ്റെ പുറകിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം അയൺ, അതുപോലെ തന്നെ വിറ്റമിൻ B12, ഫോളിക് ആസിഡ് സപ്ലിമെൻ്റ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ടാകും. ഇത് അയൺ നമ്മുടെ ശരീരത്തിൽ ഫുള്ളായിട്ട് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കൂടെ ഇത് 2 സപ്ലിമെൻറ്റ്സും കൂടി കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ അയണിൻ്റെ മെഡിസിൻ കഴിക്കുന്നില്ല, അയണിൻ്റെ അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അയൺ അടങ്ങിയിട്ടുള്ളതാണ് റെഡ് മീറ്റിൽ, അതുപോലെ ചിക്കനിൽ, അതുപോലെ ഫിഷ്, മുട്ട, പയറുവർഗ്ഗങ്ങൾ, പച്ചക്കറികളിലൊക്കെ അയൺ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. ഈ അയൺ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുമ്പോഴേക്കും അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ വിറ്റമിൻ സി ആണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഓറഞ്ച്, കിവി, ഗ്രേപ്സ്, ബ്രക്കോളി, കോളിഫ്ലവർ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ അയണിൻ്റെ മെഡിസിനാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ ജസ്റ്റ് അയൺ മാത്രം അടങ്ങിയിട്ടുള്ള മെഡിസിൻ അല്ലാതെ അയൺ പ്ലസ് വിറ്റമിൻ B12 ഒക്കെ അടങ്ങിയിട്ടുള്ള മെഡിസിൻ ആയിരിക്കണം നിങ്ങൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. പീരിയഡ്സിൻ്റെ ഒരു ഫസ്റ്റ് ഡേ മുതൽ തന്നെ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കൺസീവ് ആകാനായിട്ട് സാധിക്കും.
നമ്മൾ ഓരോ ടിപ്സ് ഫോളോ ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരുപാട് പേര് കൺസീവ് ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ടിപ്സൊക്കെ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക. പീരിയഡ്സിൻ്റെ സെക്കൻഡ് ഡേ മുതൽ ഒന്നുകിൽ നിങ്ങൾ അയണിൻ്റെ മെഡിസിൻ എടുക്കുക, അതല്ലെങ്കിൽ അയൺ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ പീരിയഡ്സിൻ്റെ സെക്കൻഡ് ഡേ മുതലാണ് നമ്മുടെ ഫോളിക്കിൾസ് വളർന്നു തുടങ്ങുന്നത്. ഫോളിക്കിൾസ് വളരുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുന്ന ഒരു സമയത്ത് ഈ ഫോളിക്കിൾസ് വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷനും അതുപോലെ തന്നെ ഈ ഫോളിക്കിൾസ് വളരാൻ വേണ്ടിയിട്ടുള്ള വിറ്റമിൻസും നമ്മുടെ ശരീരത്തിൽ ഇല്ല എങ്കിൽ ഫോളിക്കിൾസിൻ്റെ ഗ്രോത്ത്, അതായത് നമ്മുടെ ആ ഒരു എഗ്ഗ് വഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫോളിക്കിൾസിൻ്റെ ഗ്രോത്ത് അവിടെ കുറയും. നിങ്ങളുടെ എഗ്ഗിൻ്റെ വാല്യൂ കൃത്യമായിട്ടുള്ള രീതിക്ക് എത്താതെ വരും, നിങ്ങളുടെ ഓവുലേഷൻ നടക്കാതെ വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.